നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ആർക്കൈവൽ സ്റ്റഡീസ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് ഡിജിറ്റലൈസേഷൻ ഓഫ് ആർക്കൈവ്സ് എന്നാണ്. അതായത് ആർക്കൈവ്സിന്റെ ഡിജിറ്റലൈസേഷൻ. അപ്പൊ ഈ ഒരു കാര്യം, ഈ ഒരു പോയിന്റ് നമ്മൾ ആദ്യത്തെ യൂണിറ്റ് മുതലേ പറഞ്ഞു വന്നിട്ടുണ്ട് അല്ലെ. ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായ ഒരു ധാരണ ഇപ്പോൾ ഉണ്ട്. നമ്മൾ ആർക്കിയോളജിയുടെ പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ തന്നെ ഇപ്പോൾ ഇതിനോടകം തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ആധുനിക ആർക്കൈവ് മാനേജ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്നതോടുകൂടി ഈ സാധനങ്ങൾ നമുക്ക് എല്ലാവർക്കും ആക്സസിബിലിറ്റി ഉണ്ടാക്കുകയും അതുപോലെ ഈ സാധനങ്ങൾ നേരിട്ട് നമ്മൾ ഈ ഓരോ താളിയോലയൊക്കെ എടുത്ത് പരിശോധിക്കുന്നതിന് പകരം ഈ സാധനങ്ങളുടെയൊക്കെ ഡിജിറ്റൽ രേഖ അവൈലബിൾ ആകുമ്പോൾ ഈ ഒറിജിനൽ സാധനത്തിന് കേടുപാടൊന്നും സംഭവിക്കാതെ നമുക്കത് ഉപയോഗിക്കാനൊക്കെ സാധിക്കും. അതാണ് ഈ ഡിജിറ്റലൈസേഷന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി ഡിജിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അതോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ടേമാണ് റിപ്പോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് റിപ്പോഗ്രാഫി എന്നും എന്താണ് ഡിജിറ്റലൈസേഷൻ എന്നൊക്കെ പഠിക്കാം. അപ്പോൾ ആർക്കൈവുകളുടെ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അത് കയ്യെഴുത്തു പ്രതികളും ഫോട്ടോകളും മാപ്പുകളും താളിയോല പാം ലീഫ് റെക്കോർഡ്സും ഇതെല്ലാം തന്നെ സ്കാൻ ചെയ്തിട്ട് ഡിജിറ്റൽ ക്യാമറ രൂപത്തിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറ പോലെയുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്കാക്കി മാറ്റിവെക്കുന്ന ഒരു പ്രക്രിയയാണ് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിജിറ്റലൈസേഷന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ ഒരു പ്രത്യേക ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നത്. സെലക്ഷൻ ഓഫ് റെക്കോർഡ്സ് ആണ്. ആദ്യമായിട്ട് ഈ രേഖകൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ദെൻ അതിനെ ക്ലീൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇനി അതിന് പൊടിയൊക്കെ പിടിച്ച അവസ്ഥയിൽ നമുക്ക് ഫോട്ടോ എടുത്താൽ കാണില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് ഒന്ന് വൃത്തിയാക്കി, പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഴുക്കൊക്കെ മാറ്റി തുടച്ച് വൃത്തിയാക്കണം. അതിനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ സ്കാനിങ് ആണ്. ഈ ഡിജിറ്റൽ രേഖയെ നമ്മൾ സ്കാൻ ചെയ്യുന്നു. അതാണ് സ്കാനിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി നടത്തുകയാണ്. ഇനി മെറ്റാഡാറ്റ തയ്യാറാക്കലാണ് മറ്റൊന്ന്. ഇനി മറ്റൊരു മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഗുണനിലവാര പരിശോധനയാണ്. ഇതിന്റെ ക്വാളിറ്റി ചെക്കിങ് നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന് ഡിജിറ്റൽ സംഭരണം അഥവാ ഡിജിറ്റൽ സ്റ്റോറേജ്. ദെൻ ബാക്കപ്പും ദീർഘകാല സംരക്ഷണവും, അതിനെ ബാക്കപ്പും അതുപോലെ ഡിജിറ്റൽ പ്രിസർവേഷൻ നടത്തേണ്ടതും. ഇത്രയും സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ ഒരു ആർക്കൈവൽ ഐറ്റം ഡിജിറ്റലൈസേഷൻ നടത്തുന്നത്. ഡിജിറ്റലൈസേഷന്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ രേഖകളുടെ ദീർഘകാല സംരക്ഷണം, യഥാർത്ഥ രേഖകളുടെ ഉപയോഗം കുറയും അല്ലെ. ഇപ്പൊ നമ്മളൊരു താളിയോല എല്ലാവരും എടുത്ത് ഇങ്ങനെ മറച്ചു നോക്കുന്നത് കുറയും. മറിച്ച് താളിയോല അവിടെ ഭദ്രമായിരിക്കും. നമുക്ക് ഇതിന്റെ ഡിജിറ്റൽ കോപ്പി സ്കാൻ ചെയ്താലായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓരോ ഐറ്റംസും സൂക്ഷിച്ചിരിക്കുന്ന അവിടെ അതിന്റെ ഡിജിറ്റൽ അല്ലെങ്കിൽ അതിന്റെ സ്കാനർ ഉണ്ടാവും, QR കോഡ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമുക്കത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് അത് കാണാനും പഠിക്കാനും ഒക്കെ സാധിക്കും. തീർച്ചയായിട്ടും ഇത് ഗവേഷണം എളുപ്പമാക്കും. അതുപോലെ ഇതിന്റെ ഇത് നഷ്ടപ്പെടുന്നത് ഒരു വലിയ നഷ്ടം തന്നെയാണല്ലേ. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പെട്ടെന്ന് നമുക്കൊരു റിസർച്ച് നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ റിസർച്ച് രേഖ വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞു കണ്ടുപിടിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഈ ഡിജിറ്റൈസേഷന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഉയർന്ന ചെലവാണ്. നല്ല സാമ്പത്തിക ചെലവുള്ള ഒരു കാര്യമാണ് ഇത്രയും രേഖകൾ ഡിജിറ്റൈസേഷൻ ചെയ്യുന്നത്. പ്രത്യേക ഉപകരണങ്ങളും സോഫ്റ്റ്വെയറും ഒക്കെ ഇതിന് ആവശ്യമാണ്. ഈ ഡാറ്റ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന്റെയൊക്കെ സുരക്ഷയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റാന് കുറച്ച് കാലതാമസം പിടിക്കും. ഡിജിറ്റൈസേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കാൻ എടുക്കുന്ന ഒരു കാലതാമസം പിടിക്കും. അതുപോലെ ഈ ഡിജിറ്റൽ ഫോർമാറ്റുകൾ കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യതയും ഉണ്ട്. സ്ഥിരമായിട്ടുള്ള ബാക്കപ്പും പരിപാലനവും ഒക്കെ ഇതിൽ ആവശ്യവുമാണ്. അപ്പൊ ഇതാണ് ഈ ഡിജിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ഇനി നമ്മൾ റിപ്പോഗ്രഫി എന്നൊരു ടേം നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് റിപ്പോഗ്രഫി എന്ന് നോക്കാം. അതായത് രേഖകളുടെ കൃത്യമായിട്ടുള്ള പകർപ്പ്, കോപ്പികൾ, ഫോട്ടോഗ്രാഫി, ഫോട്ടോ കോപ്പി, മൈക്രോഫിലിം, അതുപോലെ ഡിജിറ്റൽ സ്കാനിങ് തുടങ്ങിയ രീതികളിലൂടെ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ റിപ്പോഗ്രാഫി എന്ന് പറയുന്നത്. ഇപ്പൊ റിപ്പോഗ്രാഫിയുടെ പ്രധാന രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫോട്ടോ കോപ്പി എടുക്കുക, ഇനി ഈ രേഖയുടെ പേപ്പർ പകർപ്പ് തയ്യാറാക്കുക. ഇനി മൈക്രോ ഫിലിമിംഗ് ആണ് മറ്റൊന്ന്. രേഖകളെ ചെറിയ ഫിലിമിലേക്ക് രേഖപ്പെടുത്തുന്നു. ഇനി ദീർഘകാല സംരക്ഷണത്തിന് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി മൈക്രോഫിഷ് എന്ന് പറയുന്ന
മറ്റൊരു സാങ്കേതികവിദ്യ. അതായത് ചെറിയ ഷീറ്റുകളുടെ രേഖകൾ അടങ്ങിയ ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതിനെയാണ് മൈക്രോ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇത് ഡിജിറ്റൽ സ്കാനിംഗ് ആണ് മറ്റൊന്ന്. രേഖകളെ ഡിജിറ്റൽ ഫയലുകളാക്കി മാറ്റി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ ഫയലുകളാക്കി മാറ്റുന്നു. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി, ക്യാമറ ഉപയോഗിച്ച് നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഉയർന്ന ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ എടുക്കുക. അതാണ് ഈ റിപ്പോഗ്രാഫിയുടെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ റിപ്പോഗ്രാഫി ആർക്കൈവൽ രേഖകളുടെ കൃത്യമായിട്ടുള്ള പകർപ്പുകൾ വിവിധ വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് റിപ്പോഗ്രാഫി എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഇന്ത്യയില് ഇത്തരം രേഖകള് റെക്കോർഡ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട രേഖകൾ ധാരാളമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ചരിത്ര ആർക്കൈവൽസ് സൂക്ഷിക്കുന്നതിലും അതുപോലെ ഒരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇന്ത്യക്ക് ഉണ്ട്. അപ്പൊ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട രേഖാ സംരക്ഷണ ഉപാധികളെ കുറിച്ചുകൂടിയാണ് നമുക്ക് ഇനി ഒരു പേപ്പറിൽ അവസാനമായിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് പലതരത്തിലുള്ള രേഖകളുണ്ട്. സർക്കാർ രേഖകളുണ്ട്, കോടതി രേഖകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സ്വകാര്യ വ്യക്തികളുടെ രേഖകൾ, ഇതൊക്കെയുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്, സംരക്ഷിക്കേണ്ടത് അത്യാവശ്യവുമാണ്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഈ രേഖാ സംരക്ഷണത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ആൻഷ്യന്റ് ഇന്ത്യയിൽ ശിലാശാസനങ്ങളായിട്ട്, അശോകന്റെ ശാസനങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ശിലാശാസനങ്ങളായിട്ട്, കോപ്പർ പ്ലേറ്റ്സ്, ചെപ്പേഡുകളായിട്ട്, ഇനി പാം ലീഫ് റെക്കോർഡുകളായിട്ടും, അതുപോലെ തന്നെ ബിർച്ച് ബാർക്ക് മാൻസ്ക്രിപ്റ്റുകളൊക്കെ ആയിട്ട്, ഈ മരത്തൊലി, ബിർച്ച് മരത്തിന്റെയൊക്കെ തൊലിയിൽ കുത്തിയുണ്ടാക്കിയ രേഖകളായിട്ട്, പുലി തോലുകളിൽ, വിവിധ തരത്തിലുള്ള തോലുകൾ, മൃഗത്തോലുകളിൽ കൊത്തിയെടുത്ത ഗുഹാ ചുമരുകളില് ഒക്കെയുള്ള ചിത്രങ്ങളായിട്ടൊക്കെ തന്നെ രേഖകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇതില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ ഉത്തരവുകളും ഈ ഭൂദാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, മതകാര്യങ്ങള്, ഭരണകാര്യങ്ങള്, ഇതൊക്കെയാണ് ഈ രീതിയിൽ സൂക്ഷിക്കുന്നത്. ഇനി മധ്യകാല ഇന്ത്യയിലാകട്ടെ അല്പം കൂടി അഡ്വാൻസ്ഡ് ആകുമല്ലോ. ഇപ്പൊ പേർഷ്യൻ ഭാഷയിലുള്ള ഭരണരേഖകളൊക്കെ ധാരാളമായിട്ട് തയ്യാറാക്കിയിരുന്നു. മുഗൾ ഭരണകാലത്ത് ഭൂനികുതി, വരുമാനം, സൈനിക വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രേഖകൾ തയ്യാറാക്കിയിട്ടുണ്ട്. രേഖകളിലെ രാജകൊട്ടാരങ്ങളും സർക്കാർ ഓഫീസുകളും ഒക്കെ ഇത്തരം രേഖകൾ സംരക്ഷിച്ചിട്ടുണ്ട്. ഇനി ബ്രിട്ടീഷ് കാലമാകുമ്പോഴത്തേക്കും ഈ നമുക്ക് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അസിയൊക്കെ സ്ഥാപിതമാവുന്നുണ്ട് അല്ലെ. അലക്സാണ്ടർ കണ്ണിങ്ഹാമും അസിയുടെ പ്രവർത്തനമൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആധുനിക രേഖാ സംരക്ഷണ മാർഗങ്ങൾ ഈ ഒരു ഘട്ടമാകുമ്പോഴത്തേക്കും നിലവിൽ വരുന്നുണ്ട്. സർക്കാർ വകുപ്പിലൊക്കെ ഈ ഫയൽ സംവിധാനങ്ങളൊക്കെ ആരംഭിച്ചു. രേഖകൾ വർഗീകരിച്ച് സംരക്ഷിക്കാനുള്ള ചട്ടങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ രൂപീകരിച്ചു. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കാലഘട്ടത്തില് നാഷണൽ ആർക്കൈവ് ന്യൂഡൽഹി ആസ്ഥാനമാക്കിക്കൊണ്ട് നാഷണൽ ആർക്കൈവ് രൂപീകരിച്ചു. അപ്പൊ കേന്ദ്ര സംസ്ഥാന തലങ്ങളിലൊക്കെ ഈ ആർക്കൈവുകൾ വികസിപ്പിച്ചത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. പിന്നെ ഈ ഗവേണൻസ് ഒക്കെ വരുന്നതോട് കൂടിയിട്ട് ഈ ഗവേണൻസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ തരം രേഖകളും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. എല്ലാ സർക്കാർ രേഖകളും നമുക്ക് സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതോട് കൂടിയിട്ട് ഈ ഒരു പേപ്പർ അവസാനിക്കുകയാണ്.